പ്രിൻ്റർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഈ പ്രിൻ്റർ അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുന്നതും വ്യത്യാസമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ക്യാനോൺ ഒരു പ്രിൻ്ററുണ്ട്. ക്യാനോൺ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ക്രോമാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. സെർച്ച് ബാറിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാനോൺ 3010 ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രിൻ്റർ ഡ്രൈവർ എന്ന് പറഞ്ഞു വരും. അത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്തതിന് അതിലൊരു ലിസ്റ്റ് വരും. ഈ ലിസ്റ്റിൽ നോർമൽ ഇപ്പോൾ നമുക്ക് 64 ബിറ്റാണ് വരുന്നത്. 64 ബിറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 32 ബിറ്റൊന്നും വരുന്നില്ല. വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഡൗൺലോഡ്. അപ്പോൾ ഇത് ഡൗൺലോഡായി വരുന്നത് EXE ഫയലാണ്. EXE ഫയൽ ആയതിനാൽ എക്സിക്യൂട്ടീവ് ഫയലാണ്. എക്സിക്യൂട്ടീവ് ഫയൽ ജസ്റ്റ് റൺ ചെയ്താൽ മാത്രം മതിയാകും. വേറെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇനി വേറൊരു രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ആയില്ല എന്ന് വിചാരിക്കുക. എന്നാൽ ദിസ് PC റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ്, അതിന് ശേഷം ഡിവൈസ് മാനേജർ വരും. അങ്ങനെയും ഇൻസ്റ്റാൾ ചെയ്യാം. ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് EXE ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഡിവൈസ് മാനേജർ, ഇവിടെ ഒരു ഇപ്പോൾ ഇൻസ്റ്റാൾഡ് പ്രോഗ്രാം ആണെങ്കിൽ, അതായത് ഇൻസ്റ്റാൾ ഡ്രൈവർ ആണെങ്കിൽ ഒന്നും യെല്ലോ ഐക്കണായിട്ടൊന്നും കാണത്തില്ല. ഇപ്പോൾ നോട്ട് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ തന്നെ ഇതുപോലെ ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് യെല്ലോ ഐക്കണായിട്ട് കാണിക്കും. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ഡ്രൈവർ, ബ്രൗസ് മൈ കമ്പ്യൂട്ടർ, ദെൻ ലെറ്റ് മീ പിക്ക് അപ്പ് ഫ്രം ലിസ്റ്റ്. ഇവിടെ ഈ ലിസ്റ്റിൽ പ്രിൻ്റർ എന്ന് കൊടുക്കുക. പി ടൈപ്പ് ചെയ്യുമ്പോൾ പ്രിൻ്റർ വരും. ദെൻ നെക്സ്റ്റ്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന പാത്ത് എവിടെയാണോ അത് പറഞ്ഞു കൊടുക്കുക. ഹാവ് ഡിസ്ക് ബ്രൗസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൗൺലോഡ്സിലാണെങ്കിൽ ദിസ് PC ഇവിടെ ഡൗൺലോഡ്സ് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഏത് ഫയലാണോ ആ ഫയലിനെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് അതിൻ്റെ പേര് കാണിക്കും. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, അത്രയേ ഉള്ളൂ.